ഹലോ 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 ത്തിന്റെ ഓലത്തുമ്പത്തിരുന്ന് കുറുകും പനങ്കിളി എത്തിമക്കത്തിലുതീത്ത മുത്തിന്റെ ചാരത്തണയും വർണ്ണക്കിളി ഇത്തമരത്തിന്റെ ഓലത്തുമ്പത്തിരുന്ന് കുറുകും പനങ്കിളി എത്തിമക്കത്തിലുതീത്ത മുത്തിന്റെ ചാരത്തണയും വർണ്ണക്കിളി മന്നനമൈത്തായത്തുള്ള നബിയുള്ള മർത്യകുലത്തിന് തുണയ ഹബീബുള്ള മിന്നിടും ശോഭ വിതറിടുന്ന റൗള മിഴിയിലെ കാണാൻ തൗഫീഖ് തായ അല്ലാഹ് സരി സരി ഗ നിഗപദനി സരി സരി ഗ മതഗദഗജം സരി ബഗമീദിൻ തരിക തഗദഗജം തരിഗദജം വാനമലക്ക് ഈ ഭൂവിൽ വന്നിടും മുത്തിന്റെ റൗളയെ നീ കണ്ടോ വന്നിറങ്ങിടും റൗള തന്നോട് മീതെ നീ രസിപ്പുണ്ടോ ഇത്തമരത്തിന്റെ ഓലത്തുമ്പത്തിരുന്ന് കുറുകും പനങ്കിളി എത്തിമക്കത്തിലുതീത്ത മുത്തിന്റെ ചാരത്തണയും വർണ്ണക്കിളി ബദറിലുഹദിൽ നീ പാരി രസിപ്പുണ്ടോ പാവനമായ സ്മരണയെ ഓർപ്പുണ്ടോ പരന്ന് കിടക്കും മണലാരണ്യം കണ്ടോ പറയുവാൻ കഥകൾ വല്ലതും നിന്നിലുണ്ടോ സരി സരി ഗാന്ധികപദനി സരി സരി ഗമതകൃതഗജം സരി പകമീതിം തരിക തകൃതഗജം തരികജം പണ്ടവൻ തന്നോട് ഇഷ്ടപ്പൂങ്കോരെ കാണാൻ കൊതി എന്നിൽ വന്നുള്ള പട്ടാങ്ങുടയ പടച്ചറബനി തൗഫീഖ് തായൻ ഇതമരത്തിന്റെ ഓലത്തുമ്പത്തിരുന്ന് കുറുകും പനങ്കിളി എത്തിമക്കത്തിലുതീത്ത മുത്തിന്റെ ചാരത്തണയും വർണ്ണക്കിളി ബിസ്മില്ലാഹിൽ അദീമിൽ ഖുദ്റതി വശാൻ ശദീദുൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിദുദ് ദീൻ വൽ ഖുർആൻ മാഷാ അല്ലാഹു കാൻ وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله أشرف المرسلين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومغانم كثيرة تأخذونها وكان الله عزيزا حكيما صدق الله مولانا العظيم قال رسول الله صلى الله عليه وسلم اللهم أنجز لي ما وعدتني أنا الذي سمتني أمي حيدرا لرغام آجام وليس قصورا أكيلكم بالسيف كيل السندرا അഭിനന്ദനായ അധ്യക്ഷൻ അതുപോലെ മഹത്തായ ഈ വേദി ഉദ്ഘാടനം ചെയ്ത ഇബ്രാഹിം എളേറ്റിൽ സാർ, ജനറൽ സെക്രട്ടറി UAE KMCC, അതുപോലെ ഈ ഉപഹാരം സമർപ്പിച്ച ബഹുമാന്യരായ അൻവർ നഹ, പ്രസിഡന്റ് സംസ്ഥാന KMCC, അതുപോലെ സിദ്ദീഖ് സാർ, ലത്തീഫ് സാർ, ഈരാവുണ്ണി സാർ, മുഹമ്മദ് സാർ പട്ടാമ്പി, ഫൈസൽ തുറക്കൽ, ധാരാളം പേരുകൾ എടുത്തു പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ ഉപവിഷ്ടരായ മറ്റു വിശിഷ്ട വ്യക്തികളെ, സഹോദര സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ പരിപാടി വീക്ഷിക്കാൻ സഹോദര സമുദായങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ധന്യവാദം.
ദുബൈ KMCC പട്ടാമ്പി മണ്ഡലം ഒരുക്കിയ മഹത്തായ കഥ വേദിയിലാണ് നാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന കഥ ദുൽദുൽ കുതിരയും മുറഹിബ് രാജനും അഥവാ ഖൈബർ യുദ്ധ ചരിത്രത്തിൽ നിന്നും അല്പമാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇങ്ങനെ ഒരു പരിപാടി സൗകര്യം ചെയ്ത ഒരുക്കിയ KMCCയെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും തുല്യത ഇല്ലാത്ത പ്രവർത്തനങ്ങളായി കേരള ജനതക്ക് എന്നല്ല, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന മഹത്തായ ഒരു സംഘടനയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മഹത്തായ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ, CH സെന്റർ പോലത്തെ സെന്ററുകളുമായി ബന്ധപ്പെടുമ്പോഴേ നമുക്ക് അവരുടെ പ്രവർത്തനങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. അതൊരിക്കലും തുല്യതയില്ലാത്തതും ഇഹലോകത്തേക്ക് മാത്രമുള്ളതല്ല, നാളെ പാരത്രികമായ ലോകത്തേക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടുമാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, നേതൃത്വം വഹിക്കുന്ന എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ ഇഹലോകത്തേക്ക് മാത്രമുള്ളതല്ല, നാളെ പാരത്രികമായ ലോകത്തേക്കും കൂടെ വലിയ മുതൽക്കൂട്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ തന്നെ പറഞ്ഞു, ഇദാ മാത ബിൻ ആദമ ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും, മൂന്നെണ്ണം ഒഴികെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഏതാണ് ആ മൂന്നെണ്ണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് സദഖത്തിൻ ജാരിയ, ജാരിയായ സദഖ എന്നുള്ളതാണ്. ദീനിനെ സഹായിക്കുക, അത് തന്നെയാണ് ജാരിയായ സദഖ. പാവങ്ങളെ സഹായിക്കുക, അതുപോലെ തന്നെ രോഗികളെ സഹായിക്കുക, അഗതികളെ സഹായിക്കുക, അനാഥകളെ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജാരിയായ സദഖയിൽപ്പെട്ടതാണ്. അതും പാരത്രികമായ ലോകത്തേക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടുമാണ്. തന്നെയല്ല, അത് മുറിഞ്ഞു പോകാത്ത ഒരു അമലാണ്. മനുഷ്യന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. ജാരിയായ സദഖ ഒന്ന്. പിന്നെ പറഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകർ, ഇൽമു യുന്തഫിഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്. ഇൽമു പല തരത്തിലുണ്ട്. അത് ഉപകാരപ്രദമായ അറിവായിരിക്കണം. അതും ഇഹലോകത്തല്ല, പാരത്രികമായ ലോകത്തേക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. മരിച്ചാലും മുറിഞ്ഞു പോകാത്ത ഒരു അമലാണ്. പിന്നൊന്നുള്ളത് വലതും സാലിഹും യദ്ഉ ലഹു, അവൻ അനുകൂലമായി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടായിരിക്കുക. അതും ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. നേരത്തെ നമ്മുടെ മാഷ് അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം മാതാപിതാക്കൾക്ക് അനുസരിക്കുന്ന മക്കൾ എന്നുള്ളതിനെ സംബന്ധിച്ച്. എന്നാൽ ഉപകാരപ്രദമായി മാതാപിതാക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടായിരിക്കുക, അതും പാരത്രികമായ ലോകത്തേക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. ഞാൻ ഇത് പറഞ്ഞു വന്നത് KMCCയുടെ പ്രവർത്തനം അത് പാരത്രികമായ ലോകത്തേക്കുള്ള ഒരു വലിയ മുതൽക്കൂട്ടു കൂടെയാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി, ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സമയം കുറെ വൈകിയിട്ടുണ്ട്. ഹിജ്റയുടെ 7-ാം വർഷമുണ്ടായ ചരിത്ര പ്രസിദ്ധമായ ഒരു യുദ്ധമാണ് ഖൈബർ യുദ്ധം, ദുൽദുൽ കുതിരയും മുറഹിബ് രാജനും. ഇസ്ലാമിൽ ധാരാളം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ പങ്കെടുത്ത യുദ്ധം 27 28 ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ ഇത് അള്ളാഹുവിന്റെ പ്രവാചകർ പങ്കെടുത്ത ഒരു യുദ്ധമാണ്. യഹൂദി ജൂതന്മാരുമായി ഉണ്ടായ ഒരു യുദ്ധമാണ് ഹിജ്റയുടെ 7-ാം വർഷം. ഹുദൈബിയ സന്ധി ഹിജ്റയുടെ 6-ാം വർഷം ദുൽഖഅദ മാസത്തിൽ കഴിഞ്ഞതിന് ശേഷം ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിലാണ് ഈ മഹത്തായ യുദ്ധം നടന്നിരിക്കുന്നത്. അതിന് പല കാരണങ്ങളും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ പരത്തി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ദിവസങ്ങളോളം പാടി പറയേണ്ടത് ഒരു കഥ വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് ഷോർട്ടാക്കുന്നു എന്ന് മാത്രം. ഏതായാലും ധാരാളം വിശദീകരിക്കാനൊന്നും പറ്റുകയില്ല. ഈ കഥ രചിച്ചിരിക്കുന്നത്
പൊന്നാനി താലൂക്കിൽ അരീക്കാട് ദേശത്ത് വടക്കിടിയെടുത്ത് അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മഹാനവറുകളാണ്. അദ്ദേഹത്താൽ വിരചിതമായ ആ കാവ്യം എടുത്തുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. മഹാനായ കഥാകൃത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ സീറത്ത് ഇമാം ഹലബിയുടെയും ധാരാളം റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ട് ഈ കഥയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. പൊരുൾമോത്ത് മാഹിനബി ഹിജ്റത്ത് സാദിസദിൽ ഹുദൈബിയ ആടി ഷഹ്റ പുകഴും ദുൽഹജ്ജൊടുവിൽ അകലുൽ മദീനമിലെ മകിഴ്വാൾ ആണും ജറൂറാൽ 20 നാൾ അവിടെ പൊറുത്തിട്ട് ഖൈബറന ഉരമുകൊളർന്ന് ഹിജ്റ 7 കൊല്ലമിലെ കേളും മുഹറമദിൽ ആളും നബിയും ജനരാ. ഹിജ്റ 6-ാം വർഷത്തിൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഇലന്തവരെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ഹുദൈബിയ സന്ധി കഴിഞ്ഞതിന് ശേഷം പ്രവാചകരും സഹാബത്തും 1600ഓളം വരുന്ന പ്രവാചകരും സഹാബത്തും മദീനയിൽ ചെന്നുകൊണ്ട് സുഖസുന്ദരമായി താമസിക്കുകയാണ്. താമസിക്കുന്നു. അവിടെ താമസിച്ചത് 10 ദിവസമാണെന്നും 15 ദിവസമാണെന്നും 20 ദിവസമാണെന്നും ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. അതിന്റെ ശേഷം 7-ാം കൊല്ലം മുഹറം മാസത്തിൽ പ്രകാശത്തിന്റെ ഉടമയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും കൂടെ മദീനയിൽ നിന്നും പുറപ്പെടുകയാണ്. ഇബ്നു അബ്ബാസിന്റെയും ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ മഹത്തായ കഥ അവതരിപ്പിക്കുന്നത്, എഴുതുന്നത് എന്ന് ആദ്യമായി മഹാനായ കഥാകൃത്ത് സൂചിപ്പിക്കുകയാണ്. എന്നിട്ടോ മഹാനായ കഥാകൃത്ത് പറയുന്നെന്താ, പുരിയാന ഖൈബറൊരു പെരുവൂര് ദമ്മദിയിൽ 25 കോട്ടകളും 25 കോട്ടകളും പൊരുൾവിത്ത് വാഴും മഴൽ തരുയിഞ്ച തോപ്പുകളും പെരുതേറെയുള്ള തലമാ പെരുതേറെയുള്ള തലമാ. ഖൈബർ എന്ന് പറയുന്ന ആ യുദ്ധത്തിന്റെ പേര് വരാൻ തന്നെ കാരണം വശ്യമനോഹരമായ പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശമാണ് ഖൈബർ എന്ന് പറയുന്ന പ്രദേശം. വയലേലകളാൽ അലങ്കൃതമായ ഈത്തപ്പന തോട്ടങ്ങളാലും മുന്തിരി തോട്ടങ്ങളാലും കാരക്ക തോട്ടങ്ങളാലും നിബിഡമായിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ആ കാലഘട്ടത്തിൽ ഖൈബർ എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്തിൽ അമ്പലചുംബികളായ 10 കോട്ടകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കോട്ടകളുടെ അധിപനായി മുറഹിബ് ബിൻ മൻസിയ എന്ന് പറയുന്ന ഒരു മഹാരാജാവും വാഴുന്നുണ്ട്. അദ്ദേഹം ലോക പ്രശസ്തി നേടിയ ഒരു മഹാരാജാവ. മിലിറ്ററിയിലും സായുധ സാമഗ്രികളിലും എല്ലാം തന്നെ വളരെ പേരെടുത്തൊരു വ്യക്തിയ. അദ്ദേഹത്തിന് 4 മന്ത്രിമാരും ഉണ്ട്. വളരെ പ്രൗഢിയോടുകൂടി ഖൈബറിനെ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ഖൈബറിലെ മുറഹിബ് രാജന്റെ 4 മന്ത്രിമാർ, ഒന്നാമൻ ഖൈസ് ബിൻ റവാഹ, രണ്ടാമൻ അന്തർ ബിൻ സാമിത്ത്, മൂന്നാമൻ മുറത്ത് ബിൻ മർവാൻ, 4-ാമൻ അങ്കബൂത്ത് ബിൻ സഖ്വാൻ. ഇവര് 4 പേരും 4 മന്ത്രിമാരും 1,00,000-ഓളം വരുന്ന മിലിറ്ററികളും സർവ ആയുധ വിഭൂഷിതരായ 1,00,000-ഓളം വരുന്ന മിലിറ്ററികളുമായി വളരെ ഹുങ്കോടുകൂടി ഖൈബറിനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവന്റെ കോൺഫറൻസ് ഹാളിലേക്ക് അവന്റെ മന്ത്രിമാരെയും പരിവാരങ്ങളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അവൻ ഒരു കോൺഫറൻസ് നടത്തുകയുണ്ടായി. ഒരു പ്രസംഗം നടത്തി. എടോ, നിങ്ങൾക്കറിയില്ലേ, അവന്റെ ആളുകളോട്, ജൂതന്മാരോട് പറയുകയാണ്, ഖുറൈശി കുടുംബത്തിൽ ഒരു പ്രവാചകൻ ഉടലെടുത്തിരിക്കുന്നു. മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ലോകത്തിന് വലിയ അപമാനമായിരിക്കുന്നു, അപകടമായിരിക്കുന്നു. മഹാനായ കഥാകൃത്ത് ആ ഭാഗത്തെ എടുത്തുകൊണ്ട് പറയുന്നു, ദിനമണ്ടിൽ രാജൻ നാരേരെ വിളിത്തേ തീരില്ലോരത്തെ തരമക്കഥ കൊണ്ട് റാവി തിരിത്തേ കണമം ഖുറൈശിൽ റസൂലും നോദിത്തേ കവടം മികത്തേ കൗലും ഫിഅലാൽ അനർത്ഥം പെരുത്തേ
മനുവാരെ ഒക്കെ സിഹ്റൽ മകൂട്ടും മഹിമപ്പകൂട്ടും മറ്റും പല തഞ്ചാമാനെ തീരൂട്ടും മനമൊത്ത് നാസോരെ കൊള്ള ആടൂക്കും മാൽകൾ പാറിക്കും മതമോഹി സിഹ്റലാവരെ പെടുക്കും. അവന്റെ മന്ത്രിമാരോടും പരിവാരങ്ങളോടും പറയുന്നത്, മുഹമ്മദ് എന്ന് പറയുന്ന ഖുറൈശി തറവാട്ടിൽ വന്ന പ്രവാചകനുണ്ടല്ലോ, അവൻ കള്ള പ്രവാചകനാണ്. അവന്റെ വാക്കും പ്രവൃത്തിയും ലോകത്തിന് വളരെ അപകടമായിരിക്കുകയാണ്. അവൻ ആഭിചാര പ്രവർത്തകർക്ക് നേതാവാണ്. അവനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ല. ധാരാളം ആളുകളെ അവൻ പറഞ്ഞ് പാട്ടിൽപ്പെടുത്തിയിട്ടുണ്ട്. നല്ല വാക്ക് ചാതുര്യമുള്ളവനാണ് അവൻ. അവന്റെ വാക്കിൽ എല്ലാവരും ലയിച്ചു പോകും. തന്നെയല്ല, കോടോത്ര പണിക്കാരനാ. നിങ്ങൾക്കറിയില്ലേ, അബൂ സുഫിയാൻ ബിൻ ഹർബിന്റെ നേതൃത്വത്തിൽ വരുന്ന ധാരാളം ആളുകളെയും അവരുടെ ആ സംഘത്തെയും ഇവൻ പിടിക്കാൻ വേണ്ടി ബദറിൽ വെച്ചുകൊണ്ട് ഒരു യുദ്ധം തന്നെ നടത്തുകയുണ്ടായി. ഈ യഹൂദികളോട് ഈ മഹാരാജാവിന്റെ ഉഗ്രമായ ഒരു പ്രഖ്യാപനം. തന്നെയല്ല, അബുൽ ഹക്കം, ഉമയ്യത്ത്, ഉത്ബത്ത്, ശൈബത്ത്, നദർ പോലത്തെ ആളുകളെയെല്ലാം ഹിജ്റയുടെ 2ാം വർഷത്തിൽ അവൻ ബദർ എന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് കൊന്നുകളയുകയുണ്ടായി, നശിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇവനെ നമുക്ക് വെച്ചേച്ചാൽ സമീപ ഭാവിയിൽ നമുക്ക് ഏറ്റവും വലിയ അപകടമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് അവനെ ഈ ലോകത്തോട് നിഷ്കാസനം ചെയ്യണമെന്ന് ഉഗ്രമായ ഒരു പ്രസംഗം ഇവൻ നടത്തിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരു മന്ത്രി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, പ്രഭു, അവനെ മാത്രം നമ്മൾ നിഷ്കാസനം ചെയ്തത് കൊണ്ട് പ്രയോജനമില്ല. അവന്റെ കൂട്ടത്തിൽ അലി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവൻ അതിലും വലിയ വില്ലനാ. അവനെയും പരാജയപ്പെടുത്തണം. ശരി, അവനെയും പരാജയപ്പെടുത്താം. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, മുഹമ്മദിനെയും അലിയെയും പരാജയപ്പെടുത്താൻ പറ്റിയ ആൺകുട്ടികൾ, നിഷ്കാസനം ചെയ്യാൻ പറ്റിയ ആൺകുട്ടികൾ ഈ കൂട്ടത്തിൽ ആരുണ്ട്? എന്നാൽ നമ്മുടെ വിഷമം തീരും. തെറ്റ് സബാബാൽ ഹുസൈനുൽ കബീറ ദില്ലകതേറ തിങ്കലിലാമത് കൊണ്ടെന്നിലാരാം. മുഹമ്മദിനെയും അലിയുടെയും തലയെടുത്തുകൊണ്ട് തലികയിൽ വെച്ച് വരാൻ പറ്റിയ ആൺകുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഇനാമുകൾ പ്രഖ്യാപിക്കുന്നു. 10,000 പൊന്ന്, 10,000 വെള്ളി, വിലമതിക്കാത്തതായ പട്ടുവസ്ത്രങ്ങൾ, ഖൈബർ ഖസനാവിന്റെ മുഴുവനും ചാവി, മന്ത്രിസ്ഥാനം. അവൻ ഇനാമ് പ്രഖ്യാപിച്ചു. ഈ കൂട്ടത്തിൽ നിന്നും ഇത് കേട്ട ഹജ്ജാജ് ബിൻ മുൻദിർ എന്ന് പറയുന്ന ഒരു പടനായകൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, പ്രഭു, മുഹമ്മദിന്റെയും അലിയുടെയും തലയെടുത്തുകൊണ്ട് തലികയിൽ വെച്ചുകൊണ്ട് ഞാൻ വന്നേക്കാം. ഇത് പറഞ്ഞപ്പോൾ അവൻ ആവേശഭരിതനായിക്കൊണ്ട് പറഞ്ഞു, ഉവ്വ്, എന്നാൽ എന്താണ് അതിന് ആർക്കാണ് തയ്യാറാവാൻ പറ്റുക? ധൈര്യമുണ്ടെങ്കിൽ പുറപ്പെട്ടോ. ഹജ്ജാജ്, താങ്കൾ കഴിയുമെങ്കിൽ ഇറങ്ങിക്കോ. ഹജ്ജാജ് പറഞ്ഞു, ഞാൻ പോവാം, മുഹമ്മദിന്റെ തലയെടുത്ത് വരാം. പക്ഷേ അതിന് ജാമ്യക്കാർ ആരാ? ഞാൻ ഈ കർത്തവ്യം നിർവഹിച്ചു വന്നാൽ ഈ ഇനാമുകൾ ആര് തരും? അതിന് ജാമ്യക്കാർ ആരാണെന്ന് ചോദിച്ചപ്പോൾ അങ്കബൂത്ത് ബിൻ സഖ്വാൻ എന്ന് പറയുന്ന ആ മന്ത്രി, അതുപോലെ ഖൈസ് ബിൻ റവാഹത്ത് എന്ന് പറയുന്ന 2 മന്ത്രിമാരും പറഞ്ഞു, ഞങ്ങൾ അതിന് ജാമ്യക്കാരാണ് എന്ന് പറയുകയും ഇവൻ അതാ അവന്റെ പടക്കുതിരയുടെ മുകളിൽ കയറി അവന്റെ പടക്കുതിരയെ അവൻ ഓട്ടി അള്ളാഹുവിന്റെ പ്രവാചകർ ഇരിക്കുന്ന മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ നീങ്ങുകയാണ്. അവൻ അവിടെ ആവേശഭരിതനായി പോകുന്ന വഴിയിൽ അവന്റെ ആ യഹൂദിയാക്കളിൽപ്പെട്ട ശംബൂൻ എന്ന് പറയുന്ന ഒരു വീട്ടുകാരനോട് അദ്ദേഹം പൂർവ്വ പരിചയമുണ്ട്. അവന്റെ വീടിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് വാതിൽ മുട്ടി കുതിരയെ തളച്ച്, നീ എങ്ങോട്ടാക്കാണ് പോകുന്നത്? ഞാൻ പോകുന്നത് മുഹമ്മദിന്റെയും അലിയുടെയും തലയെടുക്കാൻ. ഇത് കേട്ടതോടുകൂടെ വീട്ടുകാരനായ ശംബൂൻ പേടിച്ചുപോയി. കാരണം മദീനയുടെ ബോർഡറിലാണ് അവൻ താമസിക്കുന്നത്. അവൻ അറിയാം മുഹമ്മദിന്റെയും അലിയുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം തലയെടുക്കുക എന്നുള്ളത് അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. എന്താണോ നീ പറയുന്നത്? മുഹമ്മദിന് തലയെടുക്കാനോ? ഉവ്വ്, ഞാൻ മുഹമ്മദിന്റെ തലയെടുത്തേ വരൂ, അല്ലാതെ ഞാൻ അടങ്ങുകയില്ല എന്ന് പറഞ്ഞതോടുകൂടി പറഞ്ഞു, അത് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യമാണ്. എന്നാൽ ആ കാര്യം നിന്നോട് ഞാൻ പറയട്ടെ, നമ്മൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് മുഹമ്മദ് അറിയും എന്ന് പറഞ്ഞതോടുകൂടി അവൻ പറഞ്ഞു, മിണ്ടായിരിക്കണം, മുഹമ്മദിന് എന്തറിയും? എന്നാൽ നിനക്കറിയാമോ ഖലീലുല്ലാഹി കലീമുല്ലാഹി മൂസനെ എനിക്കറിയാമോ? മോശ പ്രവാചകനെ എനിക്കറിയാം. എന്നാൽ മോശ പ്രവാചകന് ദൈവിക സന്ദേശം ജിബ്രീൽ മാലാഖ മുഖേന എത്തിച്ചിരുന്നല്ലോ.
എന്നതുപോലെ മുഹമ്മദിനും ജിബ്രീൽ മാലാഖ മുഖേന ദൈവിക സന്ദേശം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീട്ടുകാരൻ പറഞ്ഞപ്പോൾ തലയെടുക്കാൻ പോകുന്ന ഹജ്ജാജിന് മുൻപ് പറഞ്ഞു, ഇല്ല, മുഹമ്മദ് കള്ളപ്രവാചകനാ, മൂസ സത്യപ്രവാചകനാ. മൂസ അലൈഹിസ്സലാം മോശ പ്രവാചകൻ മിശിഹ എന്ന് പറയുന്ന മൂസ നബി അലൈഹിസ്സലാം അയാൾ സത്യപ്രവാചകനാ. പക്ഷെ ഇവർ രണ്ടുപേരും തർക്കിച്ചു. രാത്രി ആയതോടുകൂടെ എന്തുണ്ടായെന്നറിയാമോ? പെട്ടെന്നതാ മദീന മസ്ജിദിൽ നിന്നും എന്നാ ആ ബാങ്കൊലി കേട്ടതോടുകൂടി വീട്ടുകാരൻ പറഞ്ഞു, പൊയ്ക്കോ, നിന്നെ ഇവിടെ നിർത്തിയാൽ വലിയ അപകടമാണ് എനിക്ക് വരാൻ പോകുന്നത്. നിന്നെ ഇവിടെ നിർത്തിയത് കൊണ്ട് എനിക്ക് മദീനയിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞതോടുകൂടി ഇവൻ പറഞ്ഞു, എടാ നിനക്കെന്ത് ഭ്രാന്ത? മുഹമ്മദ് എങ്ങനെ അറിയുന്നേ? മുഹമ്മദ് അറിയില്ല. പേടി എല്ലാവർക്കും ഉണ്ട്. കാരണം ആ വീട്ടുകാരൻ പറഞ്ഞു, നിന്നെ ഇവിടെ ഞാൻ വിരുന്നൂട്ടിയ വിവരം മുഹമ്മദ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം അവസാനമാണ്. അവനുമുണ്ട് പേടി, മരിക്കുന്നതിന് പേടി എല്ലാവർക്കും ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നീ ഇവിടുന്ന് പൊയ്ക്കോ, അതാ നല്ലത്. ഈ സമയത്ത് പറഞ്ഞു, ഇല്ല, എങ്ങനെയാണോ മുഹമ്മദ് അറിയാ? എന്നാൽ ഈ സമയത്തതാ അവൻ പറയുന്നു, മുഹമ്മദ് അറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഭയങ്കരമായ ഓട്ടം, അവനെ കുതിരയുടെ മുകളിൽ കയറിക്കൊണ്ട് ഉഗ്രമായ ഓട്ടമാണ് ഓടുന്നത്. ഈ സമയത്തതാ മദീന മസ്ജിദിന്റെ അടുത്തേക്ക് എത്തി. അള്ളാഹുവിന്റെ പ്രവാചകർ മദീന മസ്ജിദിൽ നിന്ന് സ്വഹാബത്തിന് സുന്ദരമായ ഉറുതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മദീന മസ്ജിദിന്റെ ബാക്കിലൂടെ ചെന്നുകൊണ്ട് അവൻ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ പ്രവാചകർ സെന്ററിലും അതുപോലെ സ്വഹാബത്ത് 4 ഭാഗത്തുമായി ഇരുന്നു കൊണ്ട് ഉഗ്രമായ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകരെ കൊല്ലുവാൻ അവന്റെ ഉറയിലിട്ട വാൾ വലിച്ചതോടുകൂടി പ്രവാചകർക്കൊന്നും അറിയില്ല. ഓർക്കാപ്പുറത്ത് മദീന മസ്ജിദിൽ ഇരിക്കുകയല്ലേ. ഇവരതാ പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ 14-ാം രാവിലെ പോലും നാണിപ്പിക്കുന്ന സുന്ദരമായ മുഖകമലമുള്ള പ്രവാചകർ സ്വഹാബത്തിനോട് ഉറുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തതാ അവന്റെ ആ കട്ടാരം വാൾ ഊരി അള്ളാഹുവിന്റെ പ്രവാചകരുടെയും അലി റളിയല്ലാഹുവിന്റെ തലയെടുക്കാൻ നിന്നതോടുകൂടി അവന്റെ പെട്ടെന്നൊരു വിറയൽ വന്നു എന്നല്ല. അവൻ എന്താ ചെയ്യുന്നറിയാമോ? അവന്റെ ഹൃദയം പിടപിടച്ചു പോയി. അവൻ വിറക്കാൻ തുടങ്ങി. അവനതാ കിടന്ന് വിറക്കുകയാണ്. നെഞ്ചകത്തേരവേ അഞ്ജലിനാലാവൻ ഹഞ്ചർ വീടും തീടലായി നിത്യം എന്നെ ഈരത്തിടും എണ്ട് നെത്തൂടൻ മണ്ടിടലായി പെഞ്ചക്കാടുവകൾ തഞ്ചൻ കാനിന്താവൻ പിഞ്ചരാൻ ഹരിബിലേ ബീരനെ കിട്ടാമൽ വാരുവാദാൽ നബി യാറാമർ ഹൈദറിലേ. അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുഖം കണ്ടുകൊണ്ട് ഹൃദയം പിടച്ചു എന്നല്ല, അവൻ നിറയെ വന്നു അവന്റെ കയ്യിൽ നിന്ന് വാള് താഴോട്ട് കിളി വീണതോടുകൂടി ഇവൻ ഓടുകയാണ്. ഓടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരുടെ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ആരോ ഒരു വ്യക്തി അതാ മദീന മസ്ജിദിന്റെ ബാക്കിൽ നിന്ന് ഓടുന്നു. അവൻ ആരാണ്? അവനെ പിടിക്കണം. സ്വഹാബത്തിന് എന്തുകൊണ്ടു? പക്ഷേ സ്വഹാബത്തിന് കിട്ടിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വഹാബത്ത് കുറെ ഓടി തിരികെ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവനെ കിട്ടുകയില്ല. കാരണം അവൻ രക്ഷപ്പെട്ടു. കാരണം അവൻ പ്രാണനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഓടുന്നത്. പ്രാണനെ ഉദ്ദേശിച്ചുകൊണ്ട് ഓടുന്ന അവനെ മറ്റൊരാൾ ഓടിപ്പിടിച്ചാൽ ഒരിക്കലും കിട്ടുകയില്ല. ഈ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ വിളിച്ചു, യാ അലി, അർശിലെ പുലി എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ, പ്രവാചകരുടെ ഓമന പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടെന്താ പറഞ്ഞറിയാമോ? പഞ്ചിസുഹ്റബി കഞ്ചക കാന്തരെ പഞ്ചരെ നിറോഷിയേ പയ്യമ്മിലെ പിടിച്ചെയ്യുവാനാരിലും കയ്യുക എന്തിശയേ. അലി, താങ്കൾക്കല്ലാതെ അവനെ പിടിക്കാൻ ആർക്കും തന്നെ ഒക്കുകയില്ല. അതുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് ഉടനെ വരണമെന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ പടക്കുതിരയുടെ മുകളിൽ അവന്റെ ബഹുമാനപ്പെട്ടവരുടെ പടക്കുതിര പൊടിപടലങ്ങൾ പാറ്റുമാർ വിധം സ്പീഡിൽ ഓടിക്കൊണ്ട് അവനെ പിടിക്കാൻ ചെന്നപ്പോഴേക്കും കിലോമീറ്ററുകൾ അവൻ താണ്ടി. അലി റളിയല്ലാഹു അൻഹു ഭയങ്കരമായ സ്പീഡിൽ അവന്റെ അടുത്തേക്ക് എത്തി.
പിടിക്കാൻ കിട്ടുന്നില്ല എന്ന് കണ്ടതോടുകൂടി ഒരൊറ്റ ഹിക്മത്തായ അലി റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക ശബ്ദം ബഹുമാനപ്പെട്ടവർ ഉപയോഗിച്ചു, അല്ലാഹു അക്ബർ. ഈ ശബ്ദമിട്ടതോടുകൂടി എന്താ സമയത്തിനുണ്ടായി സംഭവിച്ചെന്നറിയാമോ? ആയ സമയത്തിൽ സിയം ഒരൊച്ചയാൽ കായം വിറച്ചവൻ താൻ അങ്ങ് മലങ്കി ലങ്കൾ ചുരുങ്ങിപ്പോ തൊങ്കി കുലുങ്കി നിണ്ടാൻ പുതുങ്കി കുലുങ്കി നിണ്ടാൻ. ഒരൊറ്റ ശബ്ദമിട്ടതോടുകൂടി ഭൂമി കുലുങ്ങി എന്നല്ല, ഈ ഹജ്ജാസിന് മുന്നിലും അവന്റെ കുതിരയും പെട്ടെന്ന് സ്റ്റെക്കായതോടുകൂടി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പൂച്ച എലിയെ പിടിക്കുന്നത് പോലെ പിടിച്ചുകൊണ്ട് അവൻ അല്ലാഹുവിന്റെ പ്രവാചകരുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? മയൂരമായി നിണ്ട് നായനെ പോറ്റിയ തോയപ്പാതിനബിയിൽ മത്തിരം വിട്ടവൻ ഉറ്റിടലായി കാരുണയിൽ അവന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. പ്രവാചകർ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വന്ന പ്രവാചകരുടെ അടുക്കൽ വന്നുകൊണ്ട് അവൻ കൈകൂപ്പി നിന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, പ്രവാചക പ്രഭോ, തലയെടുക്കാൻ വന്നവനാണ്, നല്ലവണ്ണം ശ്രദ്ധിച്ചോ. അവൻ പറയുന്നത് അറിയാമോ? സത്യം മറ്റുമേ സുത്തരിൽ ഒത്താരി വിത്തിടും പാത്തിടുവീൻ. യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ സത്യമേ പറയൂ. അങ്ങ് എന്ത് ചോദിക്കുന്നു? ഞാൻ പറയാൻ തയ്യാറാ. എന്നെ കൊന്നു കളയരുതേ. തലയെടുക്കാൻ വേണ്ടി പോയി 10,000 പൊന്ന്, 10,000 വെള്ളി, അതുപോലെ വിലമതിക്കാത്തതായ പട്ടുവസ്ത്രം, ഖൈബർ ഖസനാവിന്റെ ചാവി, അതുപോലെ മന്ത്രിസ്ഥാനം, ഇതെല്ലാം കരസ്ഥമാക്കാമെന്ന് വെച്ച് പോയ പുള്ളിക്കാരൻ പറയാ, എന്നെ കൊന്നു കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുന്നറിയാമോ? സാത്തിൽ കുടിലമിൻ മീത്തിൽ പുകെന്തോരു രാത്രിയിൽ ബന്ധാവരേ സത്താറാനത്തിനും വിത്തായമൈത്തെ സുദിത്താ മുഹമ്മദരേ അഖില ലോകത്തിനും കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ ഇങ്ങോട്ട് യാത്രയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ അള്ളാഹു വിശേഷിപ്പിച്ച പ്രവാചകരെ, ഞാൻ വളരെ വിഷമത്തിലാണ് നബിയെ. അങ്ങയോട് പറയാനുള്ളത്, ഞാൻ ഈ അവിശ്വാസം എന്ന ഇരുളിൽ പെട്ടുകൊണ്ട് കര കാണാതെ വലയുകയാണ്. അതുകൊണ്ട് എന്നെ സമർക്കിരീടം ചൂടിപ്പിക്കൂ, എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കൂ എന്ന് പറഞ്ഞതോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകർതാം ആ മനുഷ്യന് ഒന്നും അറിയാതെ, പ്രവാചകർക്ക് അറിയില്ല ഇവൻ കൊല്ലാൻ വന്നതാണോ എന്ന്, ഉണ്ടെങ്കിലും അവനോട് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ അതാ ഷഹാദത്ത് ഉച്ചരിച്ചു കൊടുത്തപ്പോൾ തലയെടുക്കാൻ വേണ്ടി വന്ന ഹജ്ജാശിബിന് മുൻകർ അതാ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുകയാണ്. ഉദ്ഘോഷിച്ചുകൊണ്ട് അവനതാ കണ്ടം ഛേദിക്കുമാർ ഉച്ചത്തിൽ പ്രവാചകർ സന്നിധിയിൽ വന്നുകൊണ്ട് ഷഹാദത്ത് അലി ഇസ്ലാമിലേക്ക് വരികയാണ്. കഥ നല്ലവണ്ണം ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ കഥാവതരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗായകന്മാരുണ്ടാവും. ഈ ഗായകന്മാർ പാടിത്തെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെയൊക്കെ നമുക്ക് റാഹത്തോടു കൂടെ പറയാനും പാടാനും പറ്റും. പാടലും പറയലും മാത്രമാകുമ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പിന്നെ ഇബ്രാഹിം സാറിനൊക്കെ അറിയാം, നമ്മുടെ പിന്നെ കാലക്കാട് യൂസഫാണ് പാടിത്തന്നത്. ഇപ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ പുള്ളി നാട്ടിലാണ്, തന്നെയല്ല കുഞ്ഞാപ്പൂവിനെ അംസാമലിക്ക് പാടിയത്. കുഞ്ഞാപ്പൂണ്ട്, കുഞ്ഞാപ്പൂവിന് ഒരു വഴിയില്ല. കുഞ്ഞാപ്പൂ ഇന്നലെ വളരെ വിഷമത്തോടു കൂടിയാണ് എനിക്ക് ഉസ്താദെ എത്താൻ പറ്റാത്തത്, വളരെ ഖേദമുണ്ടെന്ന് അറിയിച്ചത്. ഏതായാലും അതുകൊണ്ടാണ് നമുക്ക് പരിപാടി ഒരു കൊഴുപ്പ് കിട്ടാത്തത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അണ്ടവരാകെയും കെണ്ടറിനെ പിയാരിൽ ആശയില്ലംബർത്ത പേശിയാരെ ശാമണ്ടാത്തോറാക്കാനൊരു നടത്തമാരാറ് വിണ്ടിൽ പോകുന്തോറും നണ്ട് സാഹാവാരും വേഗം ആവിടന്നു പോകലായി ചെണ്ടു പീതി ഹൈബരണ്ട മെദിനിയിൽ കണ്ടനാദിൽ മാലും കണ്ടൻ മൂറഹിബിൽ കബയെ പിടത്താത്തൽ ബീറൻ
നീങ്ങി. അപ്പോൾ ഹബ്ബാബി റസൂലിൽ ഹുബ്ബാലൂറ്റാർ. അല്ലാഹുവിന്റെ പ്രവാചകർ ഇവരിൽ നിന്നും വാർത്തകളെല്ലാം മനസ്സിലാക്കി യഹൂദിയാക്കൾ ഒരു യുദ്ധത്തിലുള്ള ഉറപ്പോട് കൂടെ ഇരിക്കുന്നു എന്ന് അബ്ദുല്ലാഹിബ്നു ഉനൈസറും അതുപോലെ തന്നെ ഉമർ ഇബ്നു ഉമയ്യത്തും പറഞ്ഞതനുസരിച്ചുകൊണ്ട് പ്രവാചകരും സഹാബത്തും ചെന്നുകൊണ്ട് അതാ ഇരിക്കുന്നു. ആദ്യമായി നതാത്ത് എന്ന് പറയുന്ന കോട്ടയുടെ ഭാഗത്ത് ഇരുന്നപ്പോൾ ഹബ്ബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുദ്ധതന്ത്രജ്ഞരാ, ബഹുമാനപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല എങ്കിൽ ഇവിടെ ഇരുന്നാൽ കോട്ടയ്ക്കുള്ളിൽ ഭദ്രമായി താമസിക്കുന്ന അവർ കോട്ടകളുടെ പഴുതുകളിലൂടെ നമ്മെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറിയിരിക്കണമെന്നും അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞതോടുകൂടി പ്രവാചകരതാം അവിടുന്ന് മാറി ഇരിക്കുന്നു. അവിടുന്ന് സ്വല്പം കൂടെ മുന്നോട്ട് നീങ്ങി ഒട്ടകത്തിന്റെ മുകളിൽ കയറി കയറാതെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് സ്വല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ ഒട്ടകം അവിടെ മുട്ടുകുത്തുകയും അള്ളാഹുവിന്റെ പ്രവാചകർ അവിടെ ഇറങ്ങുകയും ഖൈബറിൽ ഒരു പള്ളി, ഈത്തപ്പന മടൽ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു പള്ളി, ഒരു അരീഷ് എന്നാണ് അതിൽ പറയുക, പന്തൽ കെട്ടിയുണ്ടാക്കി ഇന്ന് അവിടെ പള്ളിയുണ്ട്. ആ പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രവാചകർ അങ്ങനെ ഇരിക്കുന്നു. ഇവര് ഇറങ്ങി വരട്ടെ എന്ന് വെച്ചുകൊണ്ട്. പക്ഷേ യഹൂദിയാക്കൾ ക്ഷണിച്ചു വരുത്തി, നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, യുദ്ധത്തിന് വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യുമെന്ന് എഴുത്തു കൊടുത്തയച്ച ഇവന്മാർ വാതിലടച്ച് ഭീരുക്കളായി പുറത്തേക്ക് ഇറങ്ങിയില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാ ഇരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാതെ വന്നപ്പോൾ സ്വഹാബത്തിന് വളരെ മശക്കത്ത്, ഭയങ്കരമായ ഇടങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, നബിയെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പോന്നിരിക്കുന്നത്. കല്യാണത്തിനല്ലല്ലോ, യുദ്ധത്തിനാണ്, ചിലപ്പോൾ ഷഹീദാവാൻ വേണ്ടിയാണ് പോന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകർ പറഞ്ഞു, നതാത്ത് കോട്ടയുടെ താഴ്വരയിലതാ തഴച്ചു നിൽക്കുന്ന ഈത്തപ്പന മരങ്ങളുണ്ട്, അവിടേക്ക് ഇറങ്ങി ഈത്തപ്പന മരങ്ങൾ അങ്ങോട്ട് നശിപ്പിക്കൂ. എന്നാൽ ഇത് കണ്ട് സഹിക്ക വയ്യാതവന്മാർ ഇറങ്ങി വരും. പക്ഷേ 400ഓളം പറഞ്ഞപ്പോഴേക്ക് ഞൊടിയിട കൊണ്ട് നശിപ്പിച്ചു. 400ഓളം വൃക്ഷങ്ങൾ, പഴം കായ്ക്കുന്ന വൃക്ഷം നശിപ്പിക്കൽ ഹറാമാ, എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അനുവദനീയമാണ്. ഈ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, നിങ്ങൾ മുറിക്കട, നിർത്തിക്കൂ. 4000 മുറിച്ചിട്ടും അവന്മാർ ഇറങ്ങില്ല. അങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുക. ഇവരെല്ലാവരും ഇനി എന്തു വേണം? യാതൊരു ലെവലുമില്ല. അപ്പൊ സഹാബത്ത് എന്ത് ചെയ്തു? ഈ പുറത്ത് ഇരുന്നുകൊണ്ട് അമ്പെഴുത്തിൽ വിദഗ്ധരായ ആളുകൾ കോട്ടകളുടെ പഴുതുകളിലൂടെ അങ്ങോട്ട് അമ്പ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് കോട്ടക്കുള്ളിൽ ഇരിക്കുന്ന യഹൂദിയാക്കൾ പറഞ്ഞു, മുഹമ്മദും പാർട്ടികളും നമ്മെ വന്നുകൊണ്ട് ഉപദ്രവിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യാനൊക്കും? എല്ലാ പഴുതുകളും അടക്കാൻ മഹാരാജാവ് കൽപ്പിക്കുകയാണ്. ഇതനുസരിച്ചുകൊണ്ട് അവരുടേതായ എല്ലാ പഴുതുകളും ഭദ്രമായി ഖൈസ് ഇബ്നു റവാഹ, അൻദർ ബിൻ സാബിത്ത്, മുറത്ത് ബിൻ മർവാൻ, അൻകബൂത്ത് ബിൻ സിക്വാൻ 4 മന്ത്രിമാരോടും എല്ലാം പഴുതുകളും അടക്കാൻ പറഞ്ഞപ്പോൾ പരരാം യഹൂദികൾ ഒത്താരോ, പതിക്കോട്ടകൾ പൂട്ടി അടയ്ത്താരോ, തരമാലാകത്തിൽ പൊറുത്താരോ, സദാ മേ മനസ്സും സന്തോഷിത്താരോ, കരുണക്കടലാനെ താഹാനെ പിയാരും കലകപ്പുലി മർഗളായ സ്വഹാബാനും അരണം മാടിത്ത സബാബാദാൽ എല്ലാരും ആമേ മശക്കത്തിൽ റാബീദ കൂറും വണ്ടാനെ അത് പിണ്ടാനെ. കോട്ടകളെല്ലാം അടച്ചു ഭദ്രമായി സുരക്ഷിതമായി അവരങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരും സഹാബത്തും താഴ്വരയിൽ തക്ബീറുകളും തഹ്ലീലുകളും തംജീദുകളുമായി കൊണ്ട് മശക്കത്തോടുകൂടെ ഇരിക്കുകയാണ്. 3 ദിവസം ഇരിക്കുമ്പോഴേക്കും മുഹമ്മദും പാർട്ടികളും അവർ വിശന്നു വരഞ്ഞ് വഷളന്മാരായി പോകുന്ന കാഴ്ച പ്രഭു നമുക്ക് കാണാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മന്ത്രിമാരുടെ പ്രസംഗമെല്ലാം